വെളിയം കരിയപ്ര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലം ഉദ്ഘാടനം ചെയ്തു. നെടുമൺകാവ് ശാസ്താംകടവിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മികച്ച മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിലൂടെ മികച്ച രീതിയിൽ കേരളം മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. വെളിയം കരിയപ്ര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനവും നെടുമൺകാവ് ശാസ്താംകടവിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 16.50 കോടി രൂപയാണ് പാലത്തിനും അനുബന്ധ റോഡ് നിർമ്മാണത്തിനുമായി അനുവദിച്ചത്. 4.34 കോടി രൂപയ്ക്കാണ് ശാസ്താംകടവ് പാലം പ്രവൃത്തി ആരംഭിക്കുന്നത്. മുൻപുണ്ടായിരുന്ന പാലത്തിന്റെ വീതി കൂട്ടി പുനർനിർമ്മിക്കുന്ന ശാസ്താംകടവ് പാലം നാടിന്റെ വികസനത്തിന് ഗുണകരമായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാഗമായി അല്ലെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നെടുമൺകാവ് ടൗണിലേക്ക് വേഗമെത്തുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും കഴിയണമെന്നും അതിന് ഇത്തരത്തിലൊരു പദ്ധതി അനിവാര്യമാണെന്നും എത്രയോ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചത്. നേരത്തെ വാഹനത്തിൽ പോകുന്നവർ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ച് പോകുന്ന സ്ഥിതിയായിരുന്നു, അല്ലെങ്കിൽ നടപ്പാതയിലൂടെ നടന്ന് അക്കരെ കിടക്കുന്ന അവസ്ഥ. ഇതിന് രണ്ടിനും ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കൊള്ളട്ടെ, പെട്ടെന്ന് വീട്ടുകാരെ ആശുപത്രി എത്തിക്കേണ്ട ആവശ്യമായി ആണെങ്കിലായിക്കൊള്ളട്ടെ, മറ്റ് സാധനങ്ങൾ വാങ്ങേണ്ട വിഷയമായിക്കൊള്ളട്ടെ, ഒക്കെ എല്ലാവർക്കും ഇതേറെ ആശ്വാസമാണ്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സൗകര്യപ്രദമാകുന്ന ഒരു നില വന്നു. അങ്ങനെ നാടിന്റെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നടക്കില്ലെന്ന് ഉറപ്പിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുക്കാം ഇവിടുത്തെ MLA കൂടിയായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗപ്പെടുത്ത രീതിയിലാണ് അറക്കടവ് പാലം നിർമ്മിച്ചതെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഗവൺമെന്റ് നമ്മുടെ മുൻ MLA ഐഷ പോറ്റി MLA ആയിരിക്കുന്ന സമയത്താണ് ഈ പദ്ധതി നമ്മൾ അന്ന് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഞാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ ഒരു അപകടം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കിഫ്ബിയുടെ ഈ പദ്ധതി തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ ചെറിയ പാലം തകർന്നു പോയി. പാലം പണി തുടങ്ങുമ്പോൾ അന്ന് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഈ സ്ഥലം സന്ദർശിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്നൊരു നടവഴി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യമായ റോഡില്ല. അന്ന് ആ അപകടം ഉണ്ടായതിനു ശേഷം പിന്നീട് ഇതിന്റെ മൊത്തം ഡിസൈനൊക്കെ മാറി പണി വളരെ സ്തംഭിച്ച് കിടക്കുകയായിരുന്നു. ഏകദേശം 8 കോടി രൂപയ്ക്കൊക്കെ തീർക്കാവുന്നത് ഇപ്പോൾ 10-18 കോടി രൂപയിലേക്ക് ഇതിന്റെ ചെലവ് വർദ്ധിച്ചു, അതിന്റെ ഡിസൈൻ മാറി, ഹൈറ്റ് വർദ്ധിച്ചു. അത് സമയബന്ധിതമായി തീരുമ്പോൾ വാസ്തവത്തിൽ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരല്ല 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരേണ്ട ഒരു പരിപാടിയാണ്. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് JR രഘുനാഥ്, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് S ഷൈൻകുമാർ, പ്രിജി ശശിധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.